ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് ഹാൻഡ് മെയ്ഡായിട്ട് ഒരു ഇൻവിറ്റേഷൻ കാർഡ് ചെയ്യുന്നതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. എനിക്ക് വന്നിട്ടുള്ള ഒരു ഓർഡർ ബേസ് ചെയ്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതി ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജായ കാലി ആർട്സ് ഗാലറിയിലോ എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാം. ടോട്ടൽ 100 കാർഡ്സാണ് ചെയ്യാനുള്ളത്. 50 കാർഡ് പർപ്പിൾ കളറും 50 കാർഡ് മെറൂൺ കളറുമായിട്ടാണ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം എഡിറ്റിങ്ങിലോട്ട് കിടക്കാൻ. നമുക്ക് ജസ്റ്റ് ട്യൂട്ടോറിയൽ നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്പാണ് ഓപ്പൺ ആക്കുന്നത്. അതിൻ്റെ താഴെ തന്നെ നമുക്ക് സെർച്ച് ബാറിൽ നമുക്ക് വേണ്ട കാര്യം സെർച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുന്നത് പർപ്പിൾ കളറും മെറൂൺ കളറും വരുന്ന ബോർഡറിൽ വെക്കാൻ പറ്റുന്ന ഫ്ലവറാണ്. ഇൻവിറ്റേഷൻ കാർഡിന് സൈഡിൽ ബോർഡറായിട്ട് വെക്കാൻ പറ്റുന്നതാണ്. നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും ഇതിനകത്ത് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ സെർച്ച് ചെയ്ത് കൊടുത്തിട്ട് പർപ്പിൾ കളർ ഫ്ലോറൽ PNG എന്ന് പറഞ്ഞ് അടിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ വരും. നമുക്കതിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ച് നമുക്കത് സെലക്ട് ചെയ്യാം. ഇത് ഫോട്ടോ ഡൗൺലോഡ് ആക്കിയിട്ട് കസ്റ്റമർക്ക് ഇട്ട് കൊടുത്തിട്ട് കസ്റ്റമർ അഭിപ്രായം ചോദിച്ചിട്ട് നമുക്ക് വേണേൽ ഡൗൺലോഡ് ചെയ്യാം. ഞാനിപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരു ഫ്ലോറൽ ഡിസൈൻ ഞാൻ ഡൗൺലോഡ് ആക്കുന്നുണ്ട്. അവിടെ 3 ഡോട്ട്സ് ഉണ്ട്. അവിടെ നമുക്ക് ഡൗൺലോഡ് ഇമേജ് എന്ന് പറഞ്ഞ് കൊടുത്താൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നേരെ ഗൂഗിൾ എടുത്തിട്ട് ഗൂഗിളിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഫസ്റ്റ് കിടക്കുന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക, റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ. അതിൽ നമുക്ക് അപ്ലോഡ് ഇമേജ് കൊടുത്താൽ നമുക്ക് ഏത് ഇമേജ് ആണോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കി കിട്ടേണ്ടത് അത് നമുക്ക് കിട്ടും. ഞാൻ ഇപ്പോൾ പർപ്പിൾ കളർ എടുത്ത ഇമേജ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് താഴെ ബ്ലൂ കളർ ഡൗൺലോഡ് എന്ന് പറയുന്ന ഇമേജിനകത്ത് പ്രിവ്യൂ എന്ന് പറഞ്ഞ് കൊടുത്ത് ഫ്രീ ആയിട്ടുള്ളത് കൊടുത്ത് നമുക്ക് പൈസ ഇല്ലാതെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിൻ്റെ താഴെ അൺലോക്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, യെല്ലോ കളറിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് പൈസ മുടക്കി ചെയ്യേണ്ടതാണ്. നമുക്കിപ്പോൾ പൈസ ഇല്ലാതെ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ക്യാൻവ ഓപ്പൺ ആക്കുക. ക്യാൻവയിലാണ് ഞാൻ എഡിറ്റൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻവിറ്റേഷൻ, ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു മോഡൽ കാണിക്കുക. ഇൻവിറ്റേഷൻ കാർഡ് എന്ന് പറഞ്ഞ് നമുക്ക് സെർച്ച് ചെയ്താലും വെഡ്ഡിങ് ഇൻവിറ്റേഷൻ കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്താലും നമുക്ക് കുറേ ഇൻവിറ്റേഷൻ കാർഡിൻ്റെ ടെംപ്ലേറ്റ്സ് വരും. നമുക്കതിൽ ഏത് ഇഷ്ടമുള്ളത് വെച്ച് സെലക്ട് ചെയ്യാം. ഏത് കളറാണ് വേണ്ടതെങ്കിൽ നമുക്ക് അങ്ങനെയും സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു ഇൻവിറ്റേഷൻ കാർഡ് എടുത്തിട്ട് നിങ്ങളെ കാണിച്ച് തരുന്നുണ്ട്. പ്രിൻ്റ് എടുക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന പേപ്പർ ലേസർ പ്രിൻ്റാണ്. 300 GSMൻ്റെ ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാനിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് സെർച്ച് ചെയ്താൽ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഇതിനകത്തിൽ പൈസ ഇല്ലാതെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളൊന്ന് ഇരുന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. നമുക്കിതിൽ വേണ്ടാത്തതെല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. വേണ്ടുന്നതെല്ലാം നമുക്കിതിനകത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളെല്ലാം ഡീറ്റെയിൽസും ഇതിനകത്തിൽ ആഡ് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ കസ്റ്റമർക്ക് ജസ്റ്റ് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ ചെയ്തതെല്ലാം കറക്റ്റാണോ, സ്പെല്ലിംഗ് എല്ലാം കറക്റ്റാണോ, ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഫോൺ നമ്പർ അങ്ങനെ അഡ്രസ്സ് എല്ലാം കറക്റ്റാണോ എന്ന് കസ്റ്റമറിൽ നിന്ന് ഉറപ്പ് വാങ്ങിച്ചിട്ട് വേണം നമ്മളിത് പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പിലോട്ട് അയച്ചു കൊടുക്കാം. ഞാനിപ്പം ഡൗൺലോഡ് ചെയ്തിട്ട് PDF പ്രിൻ്റ് അത് കഴിഞ്ഞിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ എങ്ങോട്ടാണ്, ഒന്നുകിൽ നമുക്ക് വാട്സപ്പിൽ നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പിലോട്ട് നമുക്ക് ഡോക്യുമെൻ്റായിട്ട് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന എവിടെയാണോ അവിടോട്ട് നമുക്ക് മെയിലായിട്ടായാലും ഷെയർ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം എഡിറ്റ് ചെയ്യാൻ പോകുന്നത് കാർഡിൻ്റെ ഫ്രണ്ടിൽ വെക്കാനൊരു റൗണ്ട് കളർ ടാഗ് ഉണ്ട്. ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും പേരാണ്. അതാണ് ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. 1.5 ഇഞ്ചാണ് ഹൈറ്റും വിഡ്ത്തും 1.5 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ഫ്ലോറൽ ഡിസൈൻ വെച്ച് കൊടുത്തിട്ട് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും പേര് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ഡൗൺലോഡ് PDF അത് കഴിഞ്ഞിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ വാട്സപ്പിലോട്ടാണ് ഇപ്പം ഞാൻ ഡോക്യുമെൻ്റായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് ഞാൻ ഒറിജിനലായിട്ട് ചെയ്ത ഇൻവിറ്റേഷൻ കാർഡ്. ഡൗൺലോഡ് ചെയ്യുന്ന ഇങ്ങനെയാണ്. ഡൗൺലോഡ് PDF പ്രിൻ്റ് അത് കഴിഞ്ഞിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ടത് എങ്ങോട്ടാണോ അയക്കേണ്ടത് അങ്ങോട്ട് നമുക്ക് ഡോക്യുമെൻ്റായിട്ട് അയച്ചു കൊടുക്കാം. ഞാൻ പിന്നെ പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാൻ ഞാൻ ഷോപ്പിൽ കൊടുക്കാറില്ല. ഷോപ്പിൽ കൊടുക്കുമ്പോൾ അവർ എക്സ്ട്രാ അതിൻ്റെ പൈസ വാങ്ങിക്കാറുണ്ട്. എനിക്ക് വീട്ടിൽ കട്ടർ ഉള്ളതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെയാണ് കട്ടർ യൂസ് ചെയ്യുന്നത്. അടിപൊളി കട്ടറാണ്. പക്ഷേ ലിങ്ക് എൻ്റെ കയ്യിലില്ല. ഞാനിത് ഓഫ്ലൈനായിട്ടാണ് വാങ്ങിച്ചത്. 2000 സംതിങ് ആയിരുന്നു റേറ്റ്. അത് കഴിഞ്ഞിട്ട് ഈ റൗണ്ട് ചെയ്യാൻ കട്ട് ചെയ്യാൻ ഇച്ചിരി പാടാണ്. അത് ശരിക്ക് ഇരുന്ന് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കയറിപ്പോവും. എൻ്റെ ഒത്തിരി തവണ അങ്ങനെ കയറിപ്പോയി മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ചെയ്യാനുള്ളത് ടാഗ് ചെയ്യാനാണ്. സെൻറ്ററിൽ വെച്ച് കറക്റ്റ് സെൻറ്ററിൽ അടയാളപ്പെടുത്തിയിട്ട് വേണം ചെയ്യാൻ. സെൻറ്ററിൽ വെച്ചിട്ട് ഹോൾ ഇട്ടിട്ട് റിബൺ ഇട്ട് നമ്മൾ ടാഗ് ചെയ്തെടുക്കുവാണ്. ഇത്രയേ ഉള്ളൂ ജസ്റ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഒന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടുക.